എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കരുത്തരുടെ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ തകർത്തുവിട്ട രാജസ്ഥാൻ റോയൽസ്. അതിനുശേഷം IPL 2024 പുതിയ അപ്ഡേറ്റഡ് പോയിൻ്റ് ടേബിളിലെ ടീമുകളുടെ പൊസിഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്കും IPL റിലേറ്റഡ് കണ്ടൻസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മുംബൈ ഇന്നലെ ഒരു ത്രില്ലർ പോരാട്ടത്തിൽ തകർത്തുവിട്ടതോടു കൂടി രാജസ്ഥാൻ തങ്ങളുടെ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നുണ്ട്. 8 കളിയിൽ നിന്ന് 7 വിജയവും 1 തോൽവിയും ഉൾപ്പെടെ 14 പോയിൻറ്റുമായി രാജസ്ഥാൻ റോയൽസ് പോയിൻ്റ് ടേബിളിൻ്റെ തലപ്പത്ത് തന്നെ തുടരുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് 10 പോയിൻറ്റുമായി. കൊൽക്കത്ത രണ്ടാം സ്ഥാനത്തും 10 പോയിൻറ്റ് തന്നെയുള്ള ഹൈദരാബാദ് മൂന്നാം സ്ഥാനത്തും തുടരുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് പോയിൻ്റ് ടേബിളിൻ്റെ 4ാം സ്ഥാനത്ത് തുടരുന്നത്. 7 മത്സരം കളിച്ചപ്പോൾ 4 വിജയം ഉൾപ്പെടെ 8 പോയിൻ്റാണ് CSKയ്ക്കുള്ളത്. 5ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് 8 പോയിൻ്റ് തന്നെയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിൻറ്റുമായി 6ാം സ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇന്നലെ ഇനി മുംബൈ പരാജയപ്പെട്ടെങ്കിലും അവർ പോയിൻ്റ് ടേബിളിൻ്റെ 7ാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. 8 മത്സരം കളിച്ചപ്പോൾ 3 വിജയം 5 പരാജയം ഉൾപ്പെടെ 8 പോയിൻറ്റുമായി പോയിൻ്റ് ടേബിളിൻ്റെ 7ാം സ്ഥാനത്താണ് 5 തവണ IPL കിരീടമുയർത്തിയ മുംബൈ ഇന്ത്യൻസ്. 8ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ് 6 പോയിൻ്റാണ് അവർക്കുള്ളത്. 9ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് 8 മത്സരം 4 പോയിൻറ്റ്. 10ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 മത്സരം 2 പോയിൻറ്റ്. സോ ഈ ഒരു സമയത്ത് പഞ്ചാബും അതോടൊപ്പം തന്നെ RCBയുമാണ് ഏതാണ്ട് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ച 2 ടീമുകൾ. മുംബൈയും ഡൽഹിയും ഇനിയും അവർക്ക് പോരാട്ടങ്ങളുണ്ട്. പക്ഷേ അത് നിർണായക മത്സരങ്ങൾ തന്നെയാണ് MIക്കും അതോടൊപ്പം തന്നെ DCക്കും ഇനി വരാനായിട്ടുള്ളത്. കാരണം വിജയം അനിവാര്യമായ പോരാട്ടങ്ങൾ തന്നെയാണ് DC MI ടീമുകൾക്ക് ഇനി അവശേഷിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് പഞ്ചാബ് RCB ടീമുകൾ ഏതാണ്ട് പ്ലേ ഓഫിന് പുറത്ത് ആയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.